ആറ്റുകാൽ ക്ഷേത്രത്തിലെ കുത്തിയോട്ടവുമായി ബന്ധപ്പെട്ട തന്റെ മുൻ പ്രസ്താവനയ്ക്കെതിരെ വിമർശനമുന്നയിച്ച കോൺഗ്രസ് നേതാക്കൾക്ക് മറുപടിയുമായി മുൻ ഡിജിപിയും ശാസ്ത്രമംഗലത്തെ ബിജെപി സ്ഥാനാർത്ഥിയുമായ ആർ ശ്രീലേഖ. 4-5 വർഷങ്ങൾക്ക് മുൻപ് താൻ പറഞ്ഞ കാര്യം ഇപ്പോൾ പൊക്കിപ്പിടിച്ചു വരികയാണെന്ന് ശ്രീലേഖ പറഞ്ഞു. പേടി തോന്നുന്നവരാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നതെന്നും ശ്രീലേഖ കൂട്ടിച്ചേർത്തു. ഇന്നലെ കോൺഗ്രസ് നേതാക്കളായ സന്ദീപ് വാര്യരും മണക്കാട് സുരേഷുമായിരുന്നു ശ്രീലേഖയ്ക്കെതിരെ രംഗത്തെത്തിയത്. ഇതേപ്പറ്റി മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോഴായിരുന്നു ആർ ശ്രീലേഖയുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടും ശ്രീലേഖ പ്രതികരിച്ചു. വളരെ ഉത്സാഹവും ഊർജവും തോന്നുന്നതായി ശ്രീലേഖ പറഞ്ഞു. എപ്പോഴും തനിക്ക് യുവത്വമാണ്. യൂണിഫോം ഇട്ടു നടന്നപ്പോഴുള്ള പേടിയും ബഹുമാനവും ആളുകൾക്കിപ്പോഴില്ല. പേടിയില്ലാത്തതാണ് തനിക്ക് ഇഷ്ടമെന്നും ശ്രീലേഖ പറഞ്ഞു. മേയർ ആകുമോ എന്ന ചോദ്യത്തിന് തന്റെ ഉദ്ദേശം വാർഡിൽ ജയിക്കുക എന്നതാണെന്നും പദവികൾക്ക് ഇവിടെ പ്രാധാന്യമില്ല എന്നുമായിരുന്നു. LDFിനെതിരെയും ശ്രീലേഖ പ്രതികരിച്ചു. നടക്കാത്ത പൊങ്കാലയുടെ പേരിൽ കോടികൾ എഴുതിയെടുത്തവരാണ് LDF. കോർപ്പറേഷനിലെ LDF ഭരണം വളരെ മോശമാണെന്നും ശ്രീലേഖ പ്രതികരിച്ചു. ഇന്നലെ ഫേസ്ബുക്കിലൂടെയായിരുന്നു സന്ദീപ് വാര്യരുടെയും മണക്കാട് സുരേഷിന്റെയും പ്രതികരണം. ആറ്റുകാൽ ക്ഷേത്രത്തിലെ കുത്തിയോട്ടത്തിൽ പങ്കെടുത്തവർക്കെതിരെ കേസെടുപ്പിച്ചത് ശ്രീലേഖ ഇടപെട്ടായിരുന്നു എന്നായിരുന്നു സന്ദീപ് വാര്യരുടെ ആരോപണം. കാവ്യ വിശ്വാസികൾക്ക് പറ്റിയ കപടവിശ്വാസിയാണ് ശ്രീലേഖ എന്നായിരുന്നു മണക്കാട് സുരേഷ് പറഞ്ഞത്.